स्वागतम इन നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇന്തോ ചൈനീസ് ഡിഷ് ആയിട്ടുള്ള വെജ് ക്രിസ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കാം. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യണത്. ഇതല്ലാതെ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സോസ് തയ്യാറാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാട്ടോ. പക്ഷെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാത്രം എടുത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ക്രിസ്പി ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. പക്ഷേ സോസ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കൊരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാപ്സിക്കം ട്ടോ. ഇതൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ആദ്യം കോളിഫ്ലവറൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട. നല്ല ക്രിസ്പി ആയിട്ട് വരേണ്ടതല്ലേ. അപ്പം ഒരുപാട് കട്ടിയോട് കൂടി മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് വരില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേബി കോൺ ഉപയോഗിക്കാം. ബേബി കോൺ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട് വെജ് ക്രിസ്പി തയ്യാറാക്കുമ്പോൾ. പിന്നെ മഷ്റൂം ഉപയോഗിക്കാം. ബ്രൊക്കോളി വേണമെന്നുണ്ടെങ്കിൽ ബ്രൊക്കോളി ഉപയോഗിക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് മുറിച്ചെടുക്കാം. ക്യാരറ്റ് ഒരുപാട് അളവിൽ ഞാൻ ചേർക്കണില്ല, കുറച്ച് തന്നെ ചേർക്കണുള്ളൂ. ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഈ ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഒരുപാട് ക്യാരറ്റ് ആയി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ, പകുതി. ഇനി നമുക്ക് ക്യാപ്സിക്കം മുറിച്ചെടുക്കാം. ക്യാപ്സിക്കം ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ, ഒരുപാട് നീളത്തിൽ വേണ്ട, ഈ ഒരു രീതിയിൽ മതി. കണ്ടില്ലേ? ഇപ്പം ഞാൻ ക്യാപ്സിക്കം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തെടുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പനീറാണ് കേട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ മുഴുവൻ വേണ്ട, ഹാഫ് മതി. ഒരു 100 ഗ്രാമിൻ്റെ അടുത്തൊക്കെ മതി. ഇതിപ്പോൾ ഒരു 100 ഗ്രാം ഉണ്ട്. പനീർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. കണ്ടില്ലേ? ഇതുപോലുള്ള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോള എടുക്കാം. ഒരു ചെറിയ സവോളയൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതല്ല, ഇതുപോലെയുള്ള കഷ്ണങ്ങൾ കേട്ടോ. പനീർ നമുക്ക് വേറെ ഒരു പാത്രത്തിൽ വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിലാണ് കേട്ടോ 1 കപ്പ് കോൺഫ്ലോർ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ എത്ര അളവിൽ ഉപയോഗിക്കണോ ആ സെയിം അളവിൽ തന്നെ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ എത്ര പച്ചക്കറികൾ നമ്മൾ എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും അളവിൽ വ്യത്യാസം വരുന്നത്. ഞാനിപ്പോൾ ഈ 2 കപ്പിലുള്ള അളവിലാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത് പറയണത്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്.
പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. പക്ഷെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ കാശ്മീരി മുളകില്ലേ അതെടുത്തിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. അതായത് ഒന്ന് കുക്കായിട്ട് വരണവരെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം തണുത്തതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വിനാഗിരി കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കണമെന്നില്ല. അല്ലാതെ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നല്ലൊരു കളറും കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുഡ് കളർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. റെസ്റ്റോറൻറ്റ്സിലൊക്കെ സാധാരണ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ. പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുമ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഞാൻ 1.5 ടീസ്പൂൺ നാരങ്ങാനീരാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ച് നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ആണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില മുറിച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലും രണ്ടും ഒരുമിച്ച് ഇടാം. ഇതിപ്പോ ഇൻഡോ ചൈനീസ് റെസിപ്പി ആയ കാരണമാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ചൈനീസ് രീതിയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി നമുക്കിത് മാറ്റണം. മിക്സ് ചെയ്ത് നോക്കാം എത്രയ്ക്ക് വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തിക്ക് ബാറ്ററാക്കി മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഒരുപാട് തിക്കാക്കണ്ടെന്നോ ഒരുപാട് ലൂസായുമ്പോൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്കാളും കൂടുതൽ മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഒരുപാട് സ്പൈസി ആക്കി എടുക്കണില്ല. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കുമ്പോൾ കുട്ടികളൊക്കെ പൊതുവെ ഇഷ്ടപ്പെടും. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറിയില്ലേ, പച്ചക്കറിയും പനീറും ഒക്കെ ഇതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ഫ്രൈ ചെയ്തെടുക്കണ ടൈം വ്യത്യസ്തമായിരിക്കുമല്ലോ. കാരണം ഇപ്പോൾ പനീറും കോളിഫ്ലവറും കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ കുക്കിംഗ് ടൈം അനുസരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറയാം ഫ്രൈ ചെയ്യണ സമയത്ത്. ആദ്യം ഞാൻ ഈ ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. നമുക്കിനി ഒരു ചീനച്ചട്ടി എടുക്കാം. ഇതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ എണ്ണ കണ്ടില്ലേ ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം കോളിഫ്ലവർ ആണ് കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കണത്. ഓരോ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇത് കുക്കായിട്ട് വരണമല്ലോ. കുക്ക് ചെയ്യാത്ത കോളിഫ്ലവർ തന്നെയാണല്ലോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ എന്നല്ല, എല്ലാ പച്ചക്കറികളും കുക്ക് ചെയ്യാണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരണം.
ഇതിലേക്ക് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത കാരണം അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അവസാനം നമുക്ക് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഉൾഭാഗമൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ കുക്കായിട്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇപ്പൊ കണ്ടില്ല, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്കോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ് കേട്ടോ. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ക്യാപ്സിക്കം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പനീറും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ക്യാപ്സിക്കം പനീറൊക്കെ ഏകദേശം ഒരേ സമയം തന്നെയായിരിക്കും ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവുക കേട്ടോ. ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ നമുക്ക് നോക്കാം ക്രിസ്പി ഉണ്ടോന്ന്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതും ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരേ കുക്കിംഗ് ടൈം ആയിരിക്കും അതിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പാത്രം മാറ്റിയിട്ടുണ്ട്. മറ്റേത് ചെറിയൊരു പാത്രമായിരുന്നു, അപ്പോൾ ഒരുപാട് സമയം എടുക്കണം ഫ്രൈ ആയിട്ട് വരാൻ. നമുക്കിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളെല്ലാ പച്ചക്കറികളും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവണം വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഇതിന്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ, ഇപ്പൊ തന്നെ നല്ല ക്രിസ്പിയാണ്. ഇനി തണുത്ത് വരുമ്പോൾ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ക്യാരറ്റും ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതും ഇപ്പൊ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കോരി മാറ്റാം കേട്ടോ. ഇത് നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. ബാറ്ററി എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. പനീർ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. ഒക്കെ കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നെടുത്ത് ഈ ബാറ്ററിൽ ഇട്ട് മുക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോം മെയ്ഡ് പനീർ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു പനീറിന്റെ റെസിപ്പി ചെയ്തിരുന്നു കേട്ടോ. പനീറിന്റെ ഒരു ഫ്രൈ ആണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നത്. അപ്പൊ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ.
പനീർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണത്. പനീർ പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ, കുഴഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം കണ്ടില്ലേ നമ്മുടെ പനീറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പനീർ പിന്നെ ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതിൻ്റെ മുകളിലത്തെ ആ കോട്ടിങ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഇതും കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇത്രേ തന്നെ ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആവുന്നുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ക്യാപ്സിക്കാണ്, കോളിഫ്ലവർ. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കുറച്ച് തണുത്താലും അതായത് ആ ക്രിസ്പിനെസ് നിലനിൽക്കും, പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു പോവില്ല. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജ് ക്രിസ്പി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്ത് കാരണം അത്യാവശ്യം ചെറുതായിട്ട് പൊളിയുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.